ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ടീച്ചർ അമ്മയും വീണയും കനിയും മേരിക്കുട്ടി ടീച്ചറുടെ വീട്ടിലെത്തുകയാണ്. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് മേരിക്കുട്ടി ടീച്ചർ ഡോർ തുറക്കുമ്പോഴേക്കും കനി വന്ന് അവരെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് മേരി എന്ന് വിളിച്ച് സരസവും മേരിക്കുട്ടി ടീച്ചറെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എടാ ജോണെ, ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ എന്ന് സന്തോഷത്തോടെ ജോണിനോട് വിളിച്ചു പറഞ്ഞ് നിങ്ങൾ പുലർച്ചെ ഇറങ്ങിയോന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട്. നേരത്തെ ഇറങ്ങി, തിരിച്ചു വൈകാതെ അങ്ങ് എത്തണ്ടേ എന്ന് സരസ് പറയുമ്പോഴേക്കും ജോണും അങ്ങോട്ട് എത്തുകയാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു യാത്രയുണ്ടെന്ന് എനിക്കൊരു സൂചന കിട്ടിയിരുന്നു എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയേ വീണ ടെൻഷനോടെ ജോണിനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും പ്ലാൻ ലീക്കായല്ലേ, സർപ്രൈസ് തന്നു ഞെട്ടിക്കേണ്ട, സ്കോപ്പ് അങ്ങ് പോയെന്ന് കനിയും. കനി നാട്ടിൽ വന്നത് അറിഞ്ഞല്ലോ, പിന്നെ എപ്പോ വേണേലും ഇങ്ങോട്ട് വരുന്നത് പ്രതീക്ഷിക്കാലോ എന്ന് ജോണും. അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം ഇരിക്കുന്ന മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും കനി അവരെ പിടിച്ചു നിർത്തി വേണ്ട വേണ്ട, ഇന്ന് പാചക പരിപാടികളൊന്നും വേണ്ട, അടുക്കള അവധി, എന്ത് വേണമെങ്കിലും ഞാൻ പുറത്തൊന്ന് ഓർഡർ ചെയ്യും എന്നവൾ പറയേ അതെന്ത് മര്യാദ, ഞങ്ങളുടെ വീട്ടിൽ വന്നവർക്കുള്ള ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കല്ലേ എന്ന് മേരിക്കുട്ടി ടീച്ചറും ചോദിക്കുക. ഇത് ചിറയൂര് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ മതി ഉത്തരവാദിത്തവും സൽക്കാരവും ഒക്കെ, ഇവിടെ ദാഹിച്ചാലേ ഞങ്ങൾ പോയി എടുത്തു കുടിച്ചോളാം, ഈ സൽക്കാര ടെൻഷനൊക്കെ വിട്ടിട്ട് സമാധാനത്തോടെ വന്നിരിക്കും, എനിക്ക് കുറച്ച് ഗൗരവമായിട്ട് സംസാരിക്കാനുണ്ട്, അതിനിടയ്ക്ക് ഈ പാചക പരിപാടികൾ കയറി വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ഫോക്കസ് അങ്ങ് പോകും എന്ന് കനി പറയേ എവിടെ നിന്നായാലും ഞങ്ങൾക്ക് സമയാസമയം ഭക്ഷണം കിട്ടിയാൽ മതി എന്ന് ടീച്ചർ അമ്മയും. അക്കാര്യം ഞാൻ ഏറ്റു, എന്തായാലും ടീച്ചറും ജോണേട്ടനും ഇരിക്കും, നിങ്ങളും ഇരിക്കൂ എന്ന് ചെറിയമ്മയോടും വീണയോടും പറഞ്ഞ് കനിയും ആ സോഫയിലേക്ക് ഇരിക്കുക. എന്നാ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാമെന്ന് കനി പറയേ വീണയും ടെൻഷനോടെ വിയർപ്പ് തുടയ്ക്കുന്നുണ്ട്. അവളുടെ വെപ്രാളം കണ്ട് കനിയും ഫാനിന്റെ സ്പീഡൊന്ന് കൂട്ടിയേക്ക് ജോണേട്ട, പലരും ഇപ്പോഴേ വേർത്തു തുടങ്ങിയെന്ന് അവൾ പറയുന്നത് കേൾക്ക് ജോണും ഫാനിന്റെ സ്പീഡ് കൂട്ടുകയാണ്. എല്ലാം കേട്ട് മേരിക്കുട്ടി ടീച്ചറും വലിയ ബിൽഡപ്പാണല്ലോ, ഞങ്ങളെ കൂടി അമേരിക്കയ്ക്ക് കൊണ്ടുപോകാനുള്ള വല്ല പരിപാടിയുമുണ്ടോ കനി എന്ന് ചോദിക്കേ വേണ്ടിവരും മിക്കവാറും എന്ന് കനിയും. ഓ എന്നാ പിന്നെ തേങ്ങ ഉടക്കി കനിസ്വാമി എന്ന് ചെറിയമ്മയും. പല തലകളും ഇന്ന് പൊട്ടിച്ചിതറും എന്ന് വീണയെ നോക്കിക്കൊണ്ട് കനി പറയുകയാ. വീണയും ജോണും അപ്പോഴും ടെൻഷനോടെ ഇരിപ്പ് തന്നെയാ. സത്യത്തിലെ ഞാനൊരു പൊങ്ങുതൊടി പോലത്തെ വ്യക്തിയാ, വെള്ളത്തിൽ പൊങ്ങി ഒഴുക്കിനനുസരിച്ച് എങ്ങോട്ടോ പോകുന്നു, എന്നെ പിടികിട്ടിയ മനുഷ്യര് വളരെ കുറവാ. ചെറിയമ്മയ്ക്ക് എന്നെ ഹൃദയം തൊട്ടറിയാം, അച്ഛനും അമ്മയ്ക്കും ഈ കനിക വേണ്ടാത്തവള്. എന്തോ ഒരു അപകർഷതാബോധം എന്റെ ഉള്ളിലുള്ള കാരണം ഒരു പരിധിക്കപ്പുറം ഞാൻ ആർക്കും പിടികൊടുത്തിട്ടില്ല. നമ്മളെ സ്വീകരിക്കാൻ കഴിയുന്ന, നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തികളെ തീരെയില്ലെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു. എന്റെ ഈ ബഹളങ്ങളൊക്കെയും പലപ്പോഴും ഒരു മറയാ. ജീവിതം ആഘോഷിക്കുന്ന ഒരാളെന്ന തോന്നലുണ്ടാക്കി ഉള്ളിലെ സങ്കടങ്ങളൊക്കെയും മറച്ചു പിടിച്ചു. ചെറിയമ്മയ്ക്ക് അതറിയാം, ചെറിയമ്മയ്ക്കേ അതറിയൂ. പിന്നെ അറിയുന്നത് ലക്ഷ്മി കുഞ്ഞയ്ക്ക, അവരാണ് എനിക്കെല്ലാം. പക്ഷേ ഞാൻ ഇനി പറയുന്നത് ചെറിയമ്മയ്ക്ക് കൂടി അറിയാത്തതാ. ഞാൻ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോവാനുണ്ടായ യഥാർത്ഥ കാരണം, എനിക്ക് ജോണേട്ടനോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു എന്നവൾ പറയുന്നത് കേൾക്കെ മേരിക്കുട്ടി ടീച്ചർ അമ്പരപ്പോടെ ജോണിനെ നോക്കുകയാ. ചങ്കുറപ്പോടെ പോയി ജോണേട്ടനോട് അത് പറയുകയും ചെയ്തു. പക്ഷേ വേറൊരു ഇഷ്ടം കാരണം ജോണേട്ടൻ എന്നെ തഴഞ്ഞു എന്നവൾ പറയുന്നത് കേൾക്കെ ജോണും അക്കാര്യം ഓർക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് മുടിഞ്ഞ പ്രേമമായിരുന്നു മനുഷ്യ, ജോണേട്ടൻ അത്രയ്ക്ക് ഞെട്ടാനില്ലെന്ന് എനിക്കറിയാം. ജോണേട്ടൻ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു പലപ്പോഴും. പക്ഷേ ഞങ്ങളെപ്പോലുള്ള കക്ഷികൾക്ക് നിങ്ങൾ കട്ട സീരിയസ് പുരുഷകേസരികള് വില തരില്ലല്ലോ എന്നവൾ ജോണിനോട് പറഞ്ഞതുൾപ്പെടെ എല്ലാ കാര്യങ്ങളും വിവരിക്കുകയാണ് കനി. ആ ടെൻഷൻ താങ്ങാനാവാതെ കനി പിന്നീട് ലക്ഷ്മിയെ വിളിക്കുന്നതും പറയുന്നുണ്ട്. എന്നെ കുഞ്ഞിക്ക് അറിയാലോ, എനിക്കിനി കരഞ്ഞു പിഴിയാനൊന്നും വയ്യ, എനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് കരഞ്ഞു പറഞ്ഞ് അമേരിക്കയിലേക്ക് തിരിക്കാൻ ലക്ഷ്മി കുഞ്ഞ് പറയുന്നതും ഒരു ചെറിയ പാർട്ടിയെല്ലാം അറേഞ്ച് ചെയ്ത് അവൾ അമേരിക്കയിലേക്ക് യാത്ര തിരിക്കുന്നതുമെല്ലാം ഓർത്ത് പറയുകയാ കനി. ഞാൻ അമേരിക്കയിലേക്ക് പോയത് യഥാർത്ഥത്തിൽ താങ്ങാനാവാത്ത ഈ വിഷമം കൊണ്ടാ. അവിടെ എത്തിയിട്ടും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ലക്ഷ്മി കുഞ്ഞ പറഞ്ഞിട്ട് ഒരു യൂറോപ്യൻ ട്രിപ്പ് പോയത്. എന്നെ ഭയങ്കരമായി ചേഞ്ച് ചെയ്തൊരു ട്രിപ്പ്. എനിക്കറിയാം ജോണേട്ടൻ കാത്തിരിക്കുന്നത് ഇവൾക്ക് വേണ്ടിയാണെന്ന്. എന്നിട്ട് ഇപ്പൊ ഇവൾ എന്താ ചെയ്യുന്നത്? ആ സന്തോഷേട്ടന്റെ പിന്നാലെ തന്നെ നടക്കുന്നു. എനിക്കിത് പറ്റത്തില്ല, ഞാൻ ഇത് കാരണമാണ് മടങ്ങി വന്നത്. ഇപ്പോഴും ജോണേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാത്ത സ്ഥിതിക്ക് ഇനി എന്റെ ഇഷ്ടം എല്ലാവരും കൂടി നടത്തി തരണം എന്നവൾ പറയുന്നത് കേൾക്കെ എല്ലാവരും ഒരു ഞെട്ടിലൂടെ ഇരിക്കുക. ജോണും ടെൻഷനോടെ അല്ല അത് എന്ന് പറയേ ജോണേട്ടൻ ഒറ്റ ബുദ്ധിക്ക് നോ പറയരുത്, ആലോചിച്ച് പറഞ്ഞാ മതിയെന്ന് കനി പറയേ ജോൺ ടെൻഷനോടെ വീണയെ നോക്കുന്നുണ്ട്. കാര്യങ്ങളെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയേ മതി ടീച്ചറെ എന്ന് കനിയും. കനിയുടെ ആഗ്രഹത്തിൽ ഒരു ന്യായമുണ്ടെന്ന് ടീച്ചറമ്മയും. സരസ്വതിക്ക് സമ്മതമാണെങ്കിൽ കാര്യമായിട്ട് തന്നെ ഞങ്ങൾ ആലോചിക്കാമെന്ന് മേരിക്കുട്ടി ടീച്ചറും. അതുകൾക്ക് സന്തോഷത്തോടെ എന്നാലേ ഞാൻ എല്ലാവർക്കും ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് കനി പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അവൾ മുറ്റത്തേക്ക് ചെന്ന് കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കുന്നുണ്ട്. സാർ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ സാർ, ആദ്യ നീക്കം സക്സസ് എന്ന് കനി പറയേ ആണോ, എന്താ പരിപാടി? ഒടുവിൽ ഞാൻ കൂട്ടുപ്രതിയാവോ എന്ന് സാർ വീണ്ടും ചോദിക്കുക. എന്താവാനാ സാർ, സാർ ഓൾറെഡി കൂട്ടുപ്രതിയാണല്ലോ, ആൻ ഇന്നസെന്റ് പാർട്ട്ണർ ഇൻ ക്രൈം എന്ന് പറഞ്ഞേ കനി ചിരിക്കുക. സാറും ചിരിയോടെ അയ്യോ വലിയ ക്രൈം പാർട്ട്ണർ ഒന്നും ആക്കിയേക്കല്ലേ, ആകെ അടുക്കള കുറ്റങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു പ്രതിയാണേ എന്ന് പറയേ അതെനിക്ക് അറിയാലോ സാർ. സാർ ഇവിടുത്തെ കാര്യം കേൾക്ക്, ഞാനും ചെറിയമ്മയും വീണയും കൂടെ മേരിക്കുട്ടി
മേരിക്കുട്ടി ടീച്ചറും ജോണേട്ടനും ഇപ്പൊ താമസിക്കുന്ന വാടക വീട്ടിലുണ്ട് എന്നവൾ പറയുന്നവൾക്ക് അമ്പരപ്പോടെ ആണോ എന്നിട്ട് എന്ന് സാർ അതെ സാറേ ഇടയ്ക്ക് കയറി ഫ്ലോ കളയല്ലേ എന്നിട്ട് ഞാൻ ആ ബോംബ് അങ്ങ് പൊട്ടിച്ചു എനിക്ക് ജോണേട്ടനെ വിവാഹം ചെയ്തു തരണമെന്ന് എന്നവൾ പറയുന്നത് കേൾക്ക് എന്നിട്ട് മേരിക്കുട്ടിയും ജോണും എന്ത് പറഞ്ഞു എന്ന് സാർ മേരിക്കുട്ടി ടീച്ചറെ ആദ്യമൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു ചെറിയമ്മ പറഞ്ഞു ഞാൻ പറയുന്നതിലും ഒരു ന്യായമുണ്ടെന്ന് അന്നേരം മേരിക്കുട്ടി ടീച്ചർ ആലോചിക്കാമെന്ന മട്ടിലായിട്ടുണ്ട് എന്നവൾ പറയുന്നത് കേൾക്കെ അപ്പോ ജോണോ എന്ന് സാർ ജോണേട്ടൻ കിളി പോയ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചു കാണില്ലല്ലോ എന്ന് കനി പറയെ പണ്ടൊക്കെ കാർന്നോമാരെ തറവാട്ടിലെത്തി പെണ്ണ് ചോദിക്കുമായിരുന്നു അതായിരുന്നു പതിവ് ഇതിപ്പോ പെണ്ണ് നേരെ പോയി പയ്യനെ കെട്ടിച്ചു തരുമെന്ന് ചോദിക്കുവാണെന്ന് പറഞ്ഞ് സാറ് പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും സാറേ കാലം മാറിയില്ലേ എന്ന് കനിയും അതെ വല്ലാതെ മാറി എന്ന് സാറും സംഗതി പ്രസന്റേഷൻ കഴിഞ്ഞ് ഞാൻ സാറിനെ വിളിച്ച് പറഞ്ഞതാ പിന്നെ സാറേ അവരെന്നെ തിരക്കുന്നുണ്ടാവും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ വിശദമായിട്ട് പിന്നെ വിളിക്കാമെന്ന് കനി പറയേ ഓക്കെ കനി ആയിക്കോട്ടെ അതെ സകല ബോംബുകളും പൊട്ടിച്ച് ജയിച്ചു വാ കേട്ടോ എന്ന് സാറും ആശംസിക്കെ ഉറപ്പായും സാർ എന്ന് ചിരിയോടെ പറഞ്ഞ് അവളും കോൾ വെക്കുകയാ അവിടെ കല്ലുവും കവിയും സ്കൂളിലേക്ക് റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക അതിനിടയിൽ കല്ല് ചോദിക്കുന്നുണ്ട് ഇന്ന് നിന്റെ ചോക്ലേറ്റ് ചേട്ടനെ കണ്ടേ ഇല്ലല്ലോന്ന് അമ്മാതിരി മാരക പണിയല്ലേ കനിക്കുഞ്ഞ് കൊടുത്തത് 12 കിലോമീറ്റർ അപ്പുറത്ത് എവിടെയോ ബുള്ളറ്റിൽ കൊണ്ടുവിട്ടത് അവിടുന്ന് സ്കൂളിലേക്ക് നടന്നോളാൻ പറഞ്ഞു ആ ചേട്ടൻ ഉച്ചയ്ക്ക് എന്റെ അടുത്ത് വന്ന് സോറിയൊക്കെ പറഞ്ഞു എന്ന് കാവ്യ പറയേ നടന്നാകെ കുഴഞ്ഞു കാണുമല്ലേ എന്ന് കല്ലുവും ചോദിക്കും പിന്നല്ലാതെ ചേച്ചിയുള്ള ഡിസ്ട്രിക്ട് പോലും ആ ചേട്ടൻ വരില്ല എന്നവൾ പറയേ അത് ശരിയാ ആളിനി ലവ് ലെറ്റർ പോയിട്ട് ലീവ് ലെറ്റർ പോലും കൊടുക്കില്ല എന്ന് കല്ലുവും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് സ്ഥിരം കിട്ടിക്കൊണ്ടിരുന്ന ചോക്ലേറ്റ് നഷ്ടമായി എന്ന് സങ്കടത്തോടെ കാവ്യ പറയേ ഇവിടെ മുഖത്ത് പിച്ചിക്കൊണ്ട് നിനക്കിപ്പോ ചോക്ലേറ്റാ വലുതല്ലേടി എന്ന് കല്ലുവും ചോദിക്കുന്നു ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് കാവ്യ പറയുമ്പോഴേക്കും കല്ലു അവളെയും വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാ പിന്നീട് രാത്രിയായിട്ടും കനി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ടെൻഷനോടെ ആലോചിച്ചിരിക്കുകയാണ് ജോൺ ഇപ്പോഴും ജോണേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാത്ത സ്ഥിതിക്ക് ഇനി എന്റെ ഇഷ്ടം എല്ലാവരും കൂടി നടത്തി തരണം ജോണേട്ടൻ ഒറ്റ ബുദ്ധിക്കിപ്പോ നോ പറയരുത് എന്നവൾ പറഞ്ഞതോർത്ത് അസ്വസ്ഥതയോടെ ജോൺ ഇരിക്കുമ്പോഴാണ് മേരിക്കുട്ടി ടീച്ചർ അവന്റെ അരികിലേക്ക് വന്ന് ആ സോഫയിലേക്ക് ഇരിക്കുന്നത് നീ കിടക്കുന്നില്ലേ രാവിലെ ഇറങ്ങേണ്ടതല്ലേ എന്ന് അമ്മ ചോദിക്കേ മനുഷ്യന്റെ ഉറക്കം കെടുത്തിട്ട് കിടക്കുന്നില്ലേന്ന് അല്ലേ അമ്മയോട് കനിക ഇങ്ങനൊരു കാര്യം ചോദിക്കുമ്പോ അമ്മ എന്തിനാ ഒരു സാധ്യത ഓപ്പൺ ആക്കി വെച്ചത് എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കേ ആ സാധ്യത എന്താടാ ഒരു പ്രശ്നം സരസുവിനോട് കനി ചോദിച്ചപ്പോ അവൾ എന്താ പറഞ്ഞെന്ന് നീ കേട്ടില്ലേ എന്നമ്മയും ചോദിക്കുക ജോണും ദേഷ്യത്തോടെ എഴുന്നേറ്റ് എന്താ എന്ന് ചോദിക്കേ കനിയുടെ ആഗ്രഹത്തിൽ ന്യായമുണ്ടെന്ന അവൾ പറഞ്ഞതെന്ന് മേരിക്കുട്ടി ടീച്ചർ ഇത്രയും നാളും അമ്മയുടെ സ്റ്റാൻഡ് ഇങ്ങനെയല്ലായിരുന്നല്ലോ എന്ന് ജോൺ ചോദിക്കേ നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല നമ്മളെ സ്നേഹിക്കുന്നവരെ ആഗ്രഹിക്കുന്നവരെയാ നമ്മൾ പരിഗണിക്കേണ്ടതെന്ന് അമ്മയും അമ്മയ്ക്ക് അറിയാവുന്നതാണല്ലോ കനിയുടെ കളിയാ ഇതൊക്കെ ഒടുവിൽ അവൾ പറയും ടീച്ചറെയും ജോണേട്ടനെയും പ്രാങ്ക് ആക്കിയതാണെന്ന് എന്ന് ജോൺ പറയേ ഓ പിന്നെ നമ്മളെ പ്രാങ്കാക്കാനല്ലേ അവൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഒന്ന് പോയേ നീ എന്ന് അമ്മയും അമ്മയെ കനികയായതുകൊണ്ട് എന്തു പ്രതീക്ഷിക്കണം എന്ന് ജോൺ ടെൻഷനോടെ പറയേ നീ അതിൽ ഇങ്ങനെ ഉരുളണ്ട എടാ നീ സീരിയസ് ആയിട്ട് കണ്ട് ഉടനെ ഒരു തീരുമാനമെടുക്കുക ദേ എനിക്ക് കനിയെ ശരിക്കും ഓക്കെയാ എന്നമ്മ സമ്മതം അറിയിക്കേ ദേ എന്റെ മനസ്സറിയാവുന്ന അമ്മ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവനും ടെൻഷനോടെ ചോദിക്കുക എടാ മോനെ നിന്റെ നല്ലതിനു വേണ്ടിയല്ലേ ഞാനീ പറയുന്നത് നീ ഒന്ന് ആലോചിച്ച് പറഞ്ഞാ മതി എന്നമ്മ പറയേ ജോണും ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറി പോവുകയാ അവിടെ മാധവത്തിൽ തിരിച്ചെത്തിയ വീണയും ബെഡ്റൂമിൽ ടെൻഷനോടെ ഇരിപ്പാ കനി പറഞ്ഞ കാര്യങ്ങളാണ് അവളുടെ മനസ്സിലേക്ക് മോടിയെത്തുന്നത് എനിക്കറിയാം ജോണേട്ടൻ കാത്തിരിക്കുന്നത് ഇവൾക്ക് വേണ്ടിയാണെന്ന് എന്നിട്ട് ഇപ്പൊ ഇവളെന്താ ചെയ്യുന്നത് ആ സന്തോഷേട്ടന്റെ പിന്നാലെ തന്നെ നടക്കുന്നു ഇപ്പോഴും ജോണേട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാത്ത സ്ഥിതിക്ക് ഇനി എന്റെ ഇഷ്ടം എല്ലാവരും കൂടി നടത്തി തരണം എന്നവൾ പറഞ്ഞതോർത്ത് അവൾ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് അമ്മ അങ്ങോട്ട് വരുന്നത് നീ എന്താ ഡ്രസ്സൊന്നും മാറുന്നില്ലേ നിനക്ക് എന്താ ഇത്ര ആലോചന എന്താ നിന്റെ കപ്പൽ മറിഞ്ഞൊന്ന് ടീച്ചർ അമ്മയും ചോദിക്കുക ഇന്നിപ്പോ ജോണേട്ടന്റെ കാര്യം കനി പറഞ്ഞത് അമ്മ കേട്ടതല്ലേ ഞാൻ ഇക്കാര്യം മുന്നേ പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചോ എന്ന് വീണ ചോദിക്കേ കനി പറഞ്ഞതിൽ ഒരു ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നി അതാ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തതെന്ന് ടീച്ചർ അമ്മയും അത് കേൾക്കെ വീണയും ദേഷ്യത്തോടെ എഴുന്നേറ്റുകൊണ്ട് അപ്പോ ഞാൻ ചെയ്യുന്നതിൽ ഒരു ന്യായവുമില്ലല്ലേ എന്ന് ചോദിക്കേ നീ ചെയ്യുന്നതിൽ ന്യായത്തിന്റെ പ്രശ്നം മാത്രമല്ല മോളെ നിനക്ക് പലതിനും എന്ത് വേണമെന്ന ക്ലാരിറ്റി ഇല്ല തീരുമാനങ്ങൾക്ക് ഒരു ഉറപ്പില്ല എന്ന് അമ്മ കുറ്റപ്പെടുത്തുന്നത് കേൾക്കെ എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കൂടി അമ്മ മനസ്സിലാക്കണം എന്ന് വീണയും പറയുന്നുണ്ട് മറ്റുള്ള മനുഷ്യരൊക്കെ നിന്റെ മാനസികാവസ്ഥ ശരിയാവും വരെ എത്ര കാലമെന്ന് കരുതി കാത്തിരിക്കും എന്ന് അമ്മ ചോദിക്കേ ആരും കാത്തിരിക്കണ്ട എല്ലാരും പോട്ടെ എന്നവൾ ദേഷ്യത്തോടെ പറയുകയാ കനി മുന്നേ ജോണിനോട് ഇഷ്ടം പറഞ്ഞിട്ടുള്ളതാ അന്നെന്താ ജോൺ അത് തള്ളിയത് നിന്നെ കരുതി എന്നിട്ട് നീ എന്താ ചെയ്തേ ആ സന്തോഷിന് പിറകെ പോയെന്ന് അമ്മ കുറ്റപ്പെടുത്തേ സന്തോഷേട്ടന് വയ്യാത്തോണ്ടല്ലേ ഞാൻ പോയത് അല്ലാതെ ബന്ധം തുടരാനൊന്നുമല്ലല്ലോ അമ്മയ്ക്കത് അറിയാത്തതല്ലോ എന്നിട്ടും എന്നെ കുറ്റം പറയാ വെറുതെ എന്നവൾ ദേഷ്യത്തോടെ പറയേ മോളെ പ്രോപ്പറായി കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാ നിന്റെ യഥാർത്ഥ പ്രശ്നം എല്ലാരും നമ്മളെ മനസ്സിലാക്കി ഒപ്പം നിൽക്കുമെന്നൊന്നും കരുതരുത് അവസാനം ആരും നമ്മുടെ കൂടെ കാണില്ല
എന്ന് അമ്മ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ നിൽക്കുന്ന വീണയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ജോണേട്ടന്റെ ജീവിതത്തിലേക്ക് പോവാൻ താല്പര്യമുണ്ടോ എന്ന് വീണയോട് കനി ചോദിക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.